പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായി യേശു രാജാവ് ഒരു ദിവസം കൂടെ എളിയദാസിനെ അനുവദിച്ചോർത്ത് യേശുവിന് നന്ദി സ്തുതിയും സമർപ്പിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം രംഗം 1 എന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ കേട്ടു. ഇനി അതിൻ്റെ രംഗത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അതിൻ്റെ എല്ലാം പിന്നാമ്പുറങ്ങളിൽ, ഇതിൻ്റെ എല്ലാം പിന്നിൽ, ഇതിൻ്റെ എല്ലാം നിഗൂഢ രഹസ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങളെ, ചില പ്രശ്നങ്ങളെ നാം കാണുകയും കേൾക്കുകയും പഠിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഞാൻ ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ, ഇന്നൊരു ചെറിയ വാർത്ത നമ്മൾ കേട്ടു. ഒരു വാർത്തയ്ക്കകത്ത് ഇങ്ങനെ പറയുകയാണ്, തമിഴ്നാട്ടിൽ ഒരു അമ്മ 2 വയസ്സുള്ള കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പിന്നിലെ കാരണം പറയുന്നത് അവർ ഭർത്താവിനേക്കാൾ ഇഷ്ടപ്പെടുന്നത് സ്വർഗഭോഗത്തിലെ ഒരു അംഗത്തെയാണ്. അങ്ങനെ ആ വ്യക്തിയുടെ കൂടെ പോകുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഈ കുഞ്ഞിനെ ആ സ്ത്രീ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്ന് പറഞ്ഞൊരു വാർത്ത. തമിഴ്നാട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അത് വാർത്തയിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. ഈ യൂട്യൂബിനകത്തൊരു വാർത്തയിൽ കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വാർത്ത എന്നെ വളരെയേറെ ചിന്തിപ്പിച്ചു. അത് ചിന്തിച്ചപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു തന്ന 2 വചനങ്ങളാണ്. ആ വചനം 1 വെളിപാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 8-ാം തിരുവചനമാണ്. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. ഭോഗാസക്തിയുടെ വീഞ്ഞ് സകല ജനതകളെയും കുടിപ്പിച്ചിരുന്ന അവൾ നിലംപതിച്ചു. അപ്പോൾ എന്താണ് ഈ ഭോഗാസക്തി എന്ന് പറയുന്നത്? നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിവാഹം കഴിച്ച് കുഞ്ഞിന് ജന്മം കൊടുത്ത് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് സമൂഹവും രാഷ്ട്രവും സഭയും ലോകവും പ്രകൃതിയുമെല്ലാം അംഗീകാരം തന്നിരിക്കുന്നത്. നമുക്ക് എവിടെ നോക്കിയാലും നമ്മൾ കാണുന്നത് എന്താണ്? പക്ഷിമൃഗാദികളാണെങ്കിലും അത് ഇണചേരുന്നു. അതിൻ്റെ ആൺ പെൺ വർഗ്ഗങ്ങളുണ്ട്. മനുഷ്യരാണെങ്കിൽ സ്ത്രീയും പുരുഷനുമുണ്ട്. അത് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം. മൃഗങ്ങളായാലും ഏത് ജീവികളെ എടുത്താലും അതിന് ഇണയുണ്ട്. കർത്താവ് ആ ഇണയോട് കൂടിയിട്ടാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ ആ പ്രപഞ്ച രഹസ്യത്തെ, അല്ലെങ്കിൽ ദൈവിക രഹസ്യത്തെ, ദൈവിക മഹത്വത്തെ മറുതലിച്ച് അതിനപ്പുറത്തേക്ക് ഉള്ള ആസക്തിയെ സ്വന്തം ശരീരത്തിൽ ആവഹിച്ചെടുത്ത് അതിൻ്റെ പൈശാചിക തിന്മകളുമായിട്ട് മനുഷ്യൻ പോകുമ്പോൾ അവന് ഭോഗിക്കണം എന്നുള്ള ആസക്തി എന്ന വാക്കിനർത്ഥം എന്താണ്? ആ ആസക്തി അസ്തിത്വത്തെ നശിപ്പിക്കുന്നത്, വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നത്, വിശുദ്ധിയെ തകർക്കുന്നത്, ബന്ധങ്ങളിലെ നിയമങ്ങളെ നശിപ്പിക്കുന്നത്, സഭയെ സംബന്ധിച്ച് പറയുന്നത് കൗദാശിക തലങ്ങളിൽ നമ്മുടെ വിലയും മൂല്യവും നശിപ്പിക്കുന്നത്, ദൈവിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത്, വ്യക്തിത്വവും വിശുദ്ധിയും വിവേകവും സത്യസന്ധതയും വെടിഞ്ഞ് അതെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഭോഗിക്കുക എന്ന് മാത്രം ഒരു ചിന്ത വരുമ്പോൾ വിശുദ്ധി നഷ്ടപ്പെടുന്ന അവസ്ഥ. അങ്ങനെ ആ വിശുദ്ധി നഷ്ടപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആ കുഞ്ഞിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ട് കൊലപാതകം നടത്തിക്കൊണ്ട് സ്വർഗഭോഗത്തിനായിട്ട് മറ്റൊരു സ്ത്രീയുടെ പോകുന്നതായിട്ട് വാർത്ത കാണുന്നു. അപ്പോൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് കർത്താവ് പഴയ നിയമഗ്രന്ഥങ്ങളിൽ, ഇത് ഇപ്പോഴത്തെ പ്രത്യേക പശ്ചാത്തലമാണ്. ഇങ്ങനെ കാണുകയും കേൾക്കുകയും മനുഷ്യൻ ചെയ്യാൻ തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിലെ പ്രിയ സുഹൃത്തുക്കളെ, അതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് എഴുതിയിരിക്കുന്നത് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം മുതൽ വായിച്ചാൽ നമുക്ക് പിടുത്തം കിട്ടും. പ്രിയപ്പെട്ടവരെ, അവിടെ ഇങ്ങനെയാണ്: ബാബിലോണിൽ നിന്ന് ഓടിയകലുവിൻ, ജീവൻ രക്ഷിക്കുവിൻ, അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണചഷകമായിരുന്നു കർത്താവിൻ്റെ കൈകളിൽ ബാബിലോൺ. അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ഇതാണ് വചനം. ഈ വചനത്തെ തന്നെ വെളിപാട് പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് അവിടെ വളരെ വേറൊരു ഭാഷയിൽ കൂടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിയണം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞാലേ നമ്മൾ കെണിയിൽ ചെന്ന് വീഴാതിരിക്കുള്ളൂ. അവിടെ വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 4-ാം തിരുവചനത്തിൽ, സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരം ഞാൻ കേട്ടു, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓടിയകലുവിൻ, അല്ലെങ്കിൽ അവളുടെ പാപങ്ങളിൽ നിങ്ങളും പങ്കാളികളാവും. അവളുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളെയും പിടികൂടും. അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഈ ആകാശത്തിലേക്ക്
പാപങ്ങൾ കൂമ്പാരം കൂടിപ്പോയത് എപ്പോൾ മുതലാണ്? അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നുള്ളൂ, മനസ്സിലാക്കാവുന്നുള്ളൂ. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണൊക്കെ അതിനൊക്കെ ഒരു കാരണങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അവളെ പിടികൂടിയ മഹാമാരി നമ്മളെയും പിടികൂടും. ഇത് അടുത്തെത്തിക്കഴിഞ്ഞു. സർവശക്തനായ ദൈവത്തിൻ്റെ വിശ്വാസം, വിശുദ്ധി, നീതിബോധം, ദൈവിക പ്രമാണങ്ങൾ, കൗദാശിക തലങ്ങൾ, സഭയെ സംബന്ധിച്ച് കൗദാശിക തലങ്ങൾ, ഇതെല്ലാം മാറ്റിവെച്ച് ജെറമ്യാ പ്രവചന പുസ്തകം 51-ാം 6-ാം തീയതി കഥാവിന്റെ ബാബിലോണിൽ നിന്ന് ഓടിയെങ്കിലും ജീവൻ രക്ഷിക്കുവിൻ. ബാബിലോൺ സംസ്കാരം എന്താണ്? അത് നമുക്കറിയാം. ബാബിലോൺ സംസ്കാരത്തെക്കുറിച്ച് വിശദീകരണത്തിൽ മുഴുവൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ബാബിലോൺ സംസ്കാരം ആയിരുന്നില്ല ഇസ്രായേൽക്കാരുടെ സംസ്കാരം. ഇസ്രായേൽക്കാരുടെ സംസ്കാരം നിയമാധിഷ്ഠിതമായിരുന്നു. സർവശക്തനായ ദൈവം, പിതാവായ ദൈവം ഇസ്രായേൽക്കാർക്ക് കൊടുത്ത 10 പ്രമാണങ്ങളും ആ 10 പ്രമാണങ്ങളുടെ ഉപപ്രമാണങ്ങളും എല്ലാം കൂടി ചേർന്ന് നിയമാവർത്തനം എന്ന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ്റെ ആരാധനകൾ, എങ്ങനെയായിരിക്കണം, ദേവാലയത്തിൽ പോകേണ്ടത് എങ്ങനെയാണ്, അവിടുത്തെ വസ്ത്രധാരണം എങ്ങനെയാണ്, ആരാധനകൾ എന്താണ്, ആരാധന വിധികൾ എന്തൊക്കെയാണ്, അവിടെ കാളകളെ ആടിനെയും ബലികഴിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അതിനകത്ത് വായിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം നിയമാധിഷ്ഠിതമായ ദൈവിക പദ്ധതി പ്രകാരമുള്ള ജീവിതം നയിച്ചു വന്നിരുന്ന ഇസ്രായേൽക്കാരെ തോൽപ്പിക്കുന്നതിനും നശിപ്പിക്കുന്നതിനും വേണ്ടി ബാബിലോൺകാർ ഇസ്രായേൽക്കാരുടെ നിയമത്തിൻ്റെ എതിർഭാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എതിർഭാഗം ചെയ്യാന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കണമെന്ന് കർത്താവ് പറയുമ്പോൾ വിവാഹം കഴിക്കാതെ അങ്ങ് ജീവിച്ചാൽ എന്താണ് കുഴപ്പം? ഭാര്യയും ഭർത്താവും, സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്നതിന് പകരം സ്വർഗ്ഗഭോഗത്തിലെ പോലെ എന്താണ് കുഴപ്പം? ഇങ്ങനെ കുറേ ചിന്തകൾ വന്നപ്പോൾ കർത്താവ് പറയാണ്, എന്താ പറഞ്ഞ, വെളിപാട് പുസ്തകം ജെറമ്യായുടെ പുസ്തകം 51:6 പറയാണ്, ബാബിലോൺ സംസ്കാരത്തിൽ നിന്ന് ഓടിയെങ്കിലും ജീവനെ രക്ഷിക്കുവിൻ. അവിടെ കർത്താവ് പറയാണ് ജീവൻ, നിങ്ങളുടെ ജീവിതം. ഇന്ന് നമ്മൾ കണ്ടതെന്താണ്? 2 വയസ്സുള്ള കുഞ്ഞിനെ സ്വർഗ്ഗഭോഗത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിന് കുഞ്ഞിനെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോകുമ്പോൾ അവിടെ നടക്കുന്നു വേറൊരു കുഞ്ഞിനെ നശിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് കർത്താവ്, ഇത് പ്രായപൂർത്തി ആയവരിൽ സംഭവിച്ചാലും നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് മനസ്സും ശരീരവും ആത്മാവും ശരീരത്തോട് ചേരുന്ന ഒരു സത്യമാണ് ജീവൻ. ആ ജീവനെ നിങ്ങൾ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കുന്നതിന് ഇത് കർത്താവിൻ്റെ പ്രതികാര ദിനമാണ്. അവിടുന്ന് അവൾക്ക് പ്രതിഫലം നൽകുന്നു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണ ചഷകമായിരുന്നു കർത്താവിൻ്റെ കീഴിൽ ബാബിലോൺ. ഭൂമി മുഴുവനും ഉന്മത്തമാക്കിയ, ഉന്മാദ നൃത്തം ചെയ്യുന്ന, അതിൻ്റെ ചിത്രങ്ങൾ, അതിൻ്റെ ഡാൻസുകൾ, പരിപാടികൾ, അതിൻ്റെ സംഭാഷണങ്ങൾ, അതിൻ്റെ സിനിമകൾ, സീരിയലുകൾ എല്ലാം ഇങ്ങനെ വരുമ്പോൾ കർത്താവിന് അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ആ ഭ്രാന്തിൻ്റെ ഫലമായിട്ടാണ് ആ കുഞ്ഞിനെയൊക്കെ കഴുത്ത് ചരിച്ചു കൊള്ളുന്നത്. ഇപ്പോൾ ഇത് വിവിധ രീതിയിൽ നമ്മുടെ വാർത്തകളിലും മറ്റ് മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്ന മൂല്യച്യുതികളെക്കുറിച്ച്, മൂല്യ നഷ്ടത്തെക്കുറിച്ച്, മൂല്യബോധം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ജനം അല്ലെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിലും സഭയിലും ഒക്കെ ആയിട്ട് ധാരാളം കാണാം. എവിടെ നോക്കിയാലും കാണാം. വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, നീതിബോധത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ പാത വെടിഞ്ഞുകൊണ്ട് ഇത്തരം ഉന്മാദം തരുന്ന സ്വർണ്ണ ചഷകത്തിൻ്റെ നമ്മൾ മൊബൈൽ ഫോണോ ടിവിയോ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് കാണുമ്പോൾ ഇതെല്ലാം സ്വർണ്ണ ചഷകമാണെന്നും അതിനകത്തൊന്ന് വീഞ്ഞു കുടിക്കുന്നത് പോലെ കുടിച്ച് നമ്മൾ ഉന്മാദം ഉള്ളവരായിട്ട് മാറുന്നെന്നും അത് നമ്മുടെ കർത്താവിൻ്റെ ശിക്ഷയ്ക്കും ദൈവക്രോധത്തിനും കാരണമാകുമെന്നും കർത്താവ് വന്നിരിക്കുകയാണ്. പ്രിയ സഹോദരരെ, അതുകൊണ്ട് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട കാരണം ഈ ഒരു കാലഘട്ടത്തെ വിവേചിക്കാൻ നമുക്ക് കഴിയണം. ഏറ്റവും കൂടുതൽ സുവിശേഷം നമ്മൾ കഴിയുന്ന 2000 ആണ്ട് വരെ ലോകമുള്ള ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രഘോഷണങ്ങളും സുവിശേഷ ക്ലാസ്സുകളും സുവിശേഷ ധ്യാനങ്ങളുമാണ് നടന്നിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പല മതവിഭാഗത്തിൽപ്പെട്ടവർ, പ്രത്യേകിച്ചും സഭകളിൽ തന്നെ വിവിധ സഭാ വിഭാഗങ്ങളിൽപ്പെട്ടവർ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി ക്ലാസ്സിലെടുക്കാൻ തുടങ്ങിയപ്പോൾ ജനം സത്യത്തെ തിരിച്ചറിഞ്ഞു. അപ്പോൾ സുവിശേഷത്തിൽ നിന്നും മാറി മറ്റൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ തുടങ്ങി. ആ മനസ്സിലാക്കാൻ തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ ഇത്തരം ക്ലാസ്സുകളെ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ ഈ നമ്മുടെ ഹൃദയത്തിലേക്ക്, ആത്മാവിലേക്ക് അശുദ്ധി കടന്നു വരുന്നത് എവിടെ നിന്നാണെന്ന് മനുഷ്യൻ തിരിച്ചറിയാൻ തുടങ്ങി. പക്ഷെ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴത്തേനും മനുഷ്യൻ്റെ അടിമത്വത്തിലേക്ക് പോയി. ഇപ്പോൾ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ, വിമോചനം കിട്ടുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു തലമുറയായി ഈ കാലഘട്ടം മാറിയപ്പോൾ കർത്താവ് പറയാണ്, എൻ്റെ ജനമേ അവളിൽ നിന്ന് ഓട്ടിയകലുവിൻ, എന്തെന്നാൽ അവളുടെ പാപങ്ങൾ ആകാശത്തോളം കുമ്മാരം കൂടിയിരിക്കുന്നു. നമ്മളതിങ്ങനെ പല വിധത്തിൽ തട്ടി ഇങ്ങനെ ഞെക്കി ഡൗൺലോഡ് ചെയ്ത് കാണുമ്പോൾ കർത്താവ് പറയാണ്,
അതിൽ നിന്ന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ഭൂമി മുഴുവൻ ഉന്മത്തമാക്കിയ സ്വർണ്ണചഷമായിരുന്നു കർത്താവിൻ്റെ കയ്യിൽ ബാബിലോൺ. അതിന് വീഞ്ഞു കുടിച്ച് ജനതകൾക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബിലോൺ പെട്ടെന്ന് വീണ് തകർന്നു. ബാബിലോൺ പെട്ടെന്ന് വീണ് തകരും. അവിടെ ഈ ഒരു പശ്ചാത്തലം 2000 വർഷങ്ങൾക്ക് 3000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സംഭവിച്ചതാണ്. ഇനി അതിൻ്റെ തനി ആവർത്തനമാണ് വീണ്ടും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബാബിലോൺ വീണു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ബാബിലോൺ ഇപ്പോൾ വീണിട്ടില്ല. ഇപ്പോൾ ബാബിലോൺ സംസ്കാരം വീണിട്ടില്ല. അത് വീഴാൻ 2027 മുതൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ അതിൻ്റെ തകർച്ചയും വീഴ്ചയുമാണ്. അതിനകത്ത് നമുക്ക് പങ്കാളിത്തമുണ്ടെങ്കിൽ പ്രിയ സഹോദരരെ, നമ്മൾ മൊബൈൽ ഫോണിൽ കൂടെ മറ്റു രീതിയിൽ കൂടെയൊക്കെ പണം വേണ്ടാത്ത രീതിയിൽ മുടക്കി വേണ്ടാത്ത കാര്യങ്ങൾ കാണുകയോ അതിൽ നിന്ന് വീഞ്ഞു കുടിച്ചതുപോലുള്ള ഉന്മത്ത ചഷകം നമ്മൾ കണ്ട് നമ്മൾക്ക് ഉന്മാദം ഉണ്ടാവുകയോ ചെയ്തെങ്കിൽ, അതിൻ്റെ രീതിയിലുള്ള ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നിന്ന് ചിന്തിക്കുക, എൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? എൻ്റെ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മനസ്സിൻ്റെയും നിയന്ത്രണം ഏത് ആശയത്തിലാണ്, ഏത് ഉന്മാദത്തിലാണ്, ഏത് ചഷകത്തിലാണ് എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ശ്രമിക്കുക. കാരണം കർത്താവിൻ്റെ വരവ് പടിവാതിക്കലാണ്. ആ വരവിൻ്റെ വരവ് ആണവ സ്ഫോടനത്തോടുകൂടിയാണെന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുടക്കം തന്നെ ആണവ സ്ഫോടനത്തോടുകൂടിയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അതുകൊണ്ടാണ് സക്കറിയ പ്രവചനം 12-3 തിരുവചനം എടുത്തു വെച്ച് വായിച്ചുകൊള്ളുക. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുകയെന്ന്. പ്രിയ സഹോദരങ്ങളെ, അതിനാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പുള്ള ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ആത്മാവ് അശുദ്ധിയിലാണോ? നമ്മുടെ മനസ്സ് എന്തിൻ്റെ അടിമത്തത്തിലാണ്? എൻ്റെ ശരീരം എന്തിനൊക്കെയാണ് വഴങ്ങിക്കൊടുക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് പഠിച്ച് ധ്യാനിച്ച് ഞാൻ എന്നെ തന്നെ ഒന്ന് വിധിച്ച്, അല്ലെങ്കിൽ എന്നെ തന്നെ എന്ന് പറയുമ്പോൾ എൻ്റെ വ്യക്തിത്വമാകാം, എൻ്റെ കുടുംബമാകാം, എൻ്റെ ഇടവകയാകാം, എൻ്റെ സഭയാകാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ എല്ലാ വ്യക്തികളും ഇതുപോലുള്ളൊരു പഠനം, പുറകോട്ട് തിരിഞ്ഞു നോട്ടം, ആത്മാവിലേക്കൊരു തിരിഞ്ഞു നോട്ടം നോക്കി വിശുദ്ധി പ്രാപിച്ച് ഒരുങ്ങി നിന്നുകൊള്ളുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കർത്താവ് പറയാണ്, അവളുടെ ശിക്ഷയിൽ നിങ്ങൾ നശിക്കാതിരിക്കട്ടെ. അപ്പോൾ ഇതൊരു ശിക്ഷ പുറകെ വരുന്നുണ്ട്, ഒരു അതിശക്തമായ ശിക്ഷ. ഈ ബാബിലോൺ സംസ്കാരവും ഈ സുവർഗഭോഗ സംസ്കാരവും ഈ ഉന്മത്തമാക്കുന്ന സ്വർണ്ണച്ചടത്തിന് പുറകെയുള്ള പോക്കും നാം ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി നാം പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ശിക്ഷ പുറകെ വരുന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഇത് കർത്താവ് പറഞ്ഞ വചനമാണ്. അത് പണ്ടത്തെ കാലത്ത് പോലെ ഒരു ചെറിയ യുദ്ധമായിട്ടല്ല വരിക. പണ്ടത്തെ കാലത്ത് ഇപ്പോൾ 2 രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധം നടത്തിയാൽ കുറേ പട്ടാൾക്കാരെ വരിക. എന്നാൽ ഇന്ന് ആണവ സ്ഫോടനത്തോടെ വരുമ്പോൾ അത് ലോകനാശമാണ്, ലോക അവസാന യുദ്ധമാണ് ഇനി സംഭവിക്കാനുള്ളത്. ഈ പശ്ചാത്തലത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഈ വചനങ്ങളെ ആസ്പദമാക്കി എൻ്റെ ആത്മാവിനെ വിലയിരുത്താൻ പറ്റിയൊരു അവസരമായി കൊണ്ടുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഓടി അകലേണ്ടതാണ്, ഓടി അകന്നുകൊള്ളണം, വലിച്ചെറിയേണ്ടതാണ്, വലിച്ചെറിയണം, മാറ്റിവെക്കേണ്ടതാണ്, മാറ്റിവെക്കണം, ഉപേക്ഷിക്കേണ്ടതാണ്, ഉപേക്ഷിക്കണം, വിടുതൽ കിട്ടേണ്ടതാണെങ്കിൽ അത്തരം ധ്യാന സെൻ്ററുകളിൽ പോയി നമ്മൾ വിടുതൽ പ്രാപിക്കണം. അങ്ങനെ പരിശുദ്ധിയും വിശുദ്ധിയും നിറഞ്ഞ് ദൈവത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥനയും ഉപവാസവും പാപപരിഹാരപ്രത്യമായിട്ട് മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ കൂടി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്വങ്ങൾ നമ്മെ സകല പാപത്തിനും അശുദ്ധിയും മോചിപ്പിക്കുമാറാകട്ടെ. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലി അതിലെ അന്തർലീനമായിരിക്കുന്ന ആത്മാവിൻ്റെ നിഗൂഢ ശക്തി ആവഹിച്ചെടുക്കാൻ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുവചനങ്ങളെ ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് നമുക്ക് ശക്തി സംഭരിക്കാൻ സാധിക്കുമാറാകട്ടെ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ കൃപ നശിച്ച യുഗത്തിൽ, അതിൻ്റെ അന്ത്യകാലഘട്ടത്തിൽ യുഗാന്ത്യം വരെ എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആധാരമാക്കി എൻ്റെ കർത്താവായ യേശുവേ, എൻ്റെ ഹൃദയത്തിൽ അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും എന്തെങ്കിലും ഉന്മാദ ചഷകമുണ്ടെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ സഹായിക്കണമേ. വിശ്വാസത്തിന് വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് എന്നെ കയറ്റിവിടണമേ. ആത്മാവിനെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവായ ഈശോ നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.